അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാണ്. യേശു കർത്താവ് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. ഈ ലോകത്ത് ദരിദ്രനായിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നത്. തൻ്റെ പല മേഖലകളിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന അനേകം വ്യക്തികളുണ്ടാകും. എന്നാൽ ആ വ്യക്തികൾക്ക് ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ ദൈവം അവരോട് സംസാരിക്കുകയാണ്. നിന്നെ ഞാൻ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ വായിച്ചു കേട്ടത്. സങ്കീർത്തനം 113:7 വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്: ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന, ദൈവത്തിൽ തൻ്റെ എല്ലാ മേഖലകളിലും, ഏത് മേഖലയാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നത്, സാമ്പത്തിക മേഖലയാകാം, കുടുംബ ജീവിതത്തിലാകാം, ബിസിനസ് മേഖലയിലാകാം, വിദ്യാഭ്യാസത്തിലാകാം, കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികളുടെ എല്ലാം ദാരിദ്ര്യത്തെ ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു. ആ മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ദൈവം മാറ്റിക്കഴിഞ്ഞു. ആ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളത് നാം വിശ്വാസത്തോടുകൂടി നാം പ്രാപിച്ചെടുക്കണം. അങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ ആർക്കാണ് സാധിക്കുന്നത്? ദൈവത്തിൽ ഉറച്ചുള്ള വിശ്വാസമുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവം പറഞ്ഞതായ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാനാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്. നീതിമാൻ എങ്ങനെ ജീവിക്കുമെന്നാണ്? വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവം ഒരു കാര്യം നമ്മോട് പറയുന്നത് ദൈവം നമുക്ക് ചെയ്തു തരുമെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവം നമുക്ക് ഒരു നന്മയ്ക്കും മുട്ടുവരുത്തത്തില്ല. നാം ഇപ്പോൾ പല മേഖലയിലൂടെ, പല ശോധനയിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് നമുക്ക് അറിയാം. നാം പല പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. നാം പല രീതിയിൽ നാം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അത് ദൈവം ആ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റിയിട്ട് നാം ഏതു മേഖലയിലാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ആ മേഖലയിൽ വലിയൊരു ഉയർച്ച, വലിയൊരു നന്മ ദൈവം തരാനായിട്ടാണ് നാം ഇന്ന് ആ ഒരു വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന് ഇരിക്കുന്ന വ്യക്തികളാണോ? എന്നാലും ദൈവത്തിലാണോ നിന്റെ വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിന്റെ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റി ഇരിക്കുന്നു എന്നുള്ള വിശ്വാസം, ദൈവം നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റുവാനായിട്ടുള്ള വഴി തുറന്നു തരുമെന്നുള്ള ആ ഉറപ്പും ധൈര്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇയ്യോബിനെ നാം പഠിക്കുമ്പോൾ ഇയ്യോബ് വിശ്വസിച്ചു, ദൈവം എനിക്ക് തന്നതെല്ലാം ദൈവം എടുത്തു, അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ അവസ്ഥ അനുഭവിക്കും. പക്ഷേ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം എനിക്ക് മടക്കി തരുവാൻ ശക്തനാണെന്നുള്ള ആ ഉറപ്പ്, ആ ഉറച്ച വിശ്വാസം ഇയ്യോബിനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ഇയ്യോബിന് സകലതും മടക്കി ലഭിക്കുവാനിടയായി. സകലതും ഇരട്ടിയായി. അതായത് ഏതു മേഖലയിൽ അവൻ പ്രയാസങ്ങൾ അനുഭവിച്ചോ അതെല്ലാം അവന് സമൃദ്ധിയായി ഇരട്ടിയായി കൊടുക്കുവാനിടയായി. അതുപോലെ
നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതു വിഷയത്തിലാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നത്, ആ ദാരിദ്ര്യത്തെ ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് നാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ നമ്മുടെ ദാരിദ്ര്യം എന്താണോ, ഏത് വിഷയത്തിലാണോ നാം വേദന അനുഭവിക്കുന്നത്, നാം മനസ്സുകൊണ്ട് പ്രയാസപ്പെടുന്നത്, നമ്മെ പിശാചു ഞെരുക്കുന്നത്, നമ്മെ ഏതു കാര്യത്തിനാണ് പിശാച് ഇത്രയും ഞെരുക്കുന്നതെന്ന് നാം ദൈവത്തോട് നാം പറയുകയാണെങ്കിൽ തീർച്ചയായും ദൈവം എനിക്ക് എടുത്തു മാറ്റിത്തരും. ദൈവത്തോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ദൈവം എനിക്ക് അത് നടത്തി തരും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് പറയുന്നത്, അല്ലാതെ മറ്റൊരാളുടെ സഹായത്തിൽ ജീവിക്കുന്നല്ല. നീതിമാൻ അവന്റെ നീതി പ്രവൃത്തി കൊണ്ട് ജീവിക്കുന്നല്ല. നീതിമാൻ അവന്റെ ധനം കൊണ്ട് ജീവിക്കുന്നല്ല. പക്ഷെ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ ദൈവസന്നിധിയിൽ നീതി ഉള്ളവളായി ഇരുന്നാൽ ദൈവത്തിലുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ നാം വർദ്ധിപ്പിക്കണം. ദൈവത്തെ നാം ഉറച്ചു വിശ്വസിക്കണം. എന്റെ ദൈവം എനിക്ക് സകലതും ചെയ്തു തരുമെന്നുള്ള, എന്റെ ദൈവത്തിന് സകലതും സാധ്യമാണെന്നുള്ള, എന്റെ ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല എന്ന് നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. നമ്മുടെ ഹൃദയത്തെ നാം പഠിപ്പിക്കണം. മറ്റുള്ളവർ നമ്മെ നോക്കി നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നാം അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെ കണ്ട് നമ്മെ പുച്ഛിക്കുമ്പോൾ, നമ്മെ നിന്ദിക്കുമ്പോൾ, നമ്മെ പരിഹസിക്കുമ്പോൾ, എന്റെ സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യത്തെ എടുത്തു മാറ്റുമെന്ന്. ഏത് വിഷയത്തിൽ ദാരിദ്ര്യം നീ അനുഭവിക്കുന്നു, ആ വിഷയത്തിന്മേൽ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറി നന്മയായി തീരുമെന്നും, ആ വിഷയം നിന്റെ ജീവിതത്തിൽ ഇരട്ടി നന്മയ്ക്ക് കാരണമായി തീരുമെന്നും നീ ഉറച്ചു ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നീതിമാനായ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ കണ്ടിട്ട്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഴത്തിലുള്ള ആ വിശ്വാസത്തെ ദൈവം കണ്ടിട്ട്, നമ്മുടെ ആ വിശ്വാസത്തിനനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം പ്രവർത്തിക്കുന്നത് നാം തന്നെ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദൈവത്തിൽ നാം വിശ്വസിക്കണം. ദൈവത്തിൽ മാത്രം നാം വിശ്വസിക്കണം. മനുഷ്യരിൽ നാം ആശ്രയിക്കരുത്. നാം സാമ്പത്തികത്തിൽ ആശ്രയിക്കരുത്. എല്ലാം മായയാണ്. ഈ ലോകത്തിലുള്ള സകലതും മായയാണ്. ലോകത്തിലുള്ള ഒരു കാര്യത്തിലും നാം ആശ്രയം വെക്കരുത്. സകലതും മായയാണ്. ഒരു നിമിഷം കൊണ്ട് സകലതും നഷ്ടപ്പെടുവാൻ ഇടയാത്തിയിരുന്ന കാര്യമാണ്. നമുക്ക് ഇപ്പോൾ നടന്നതായ ആ വയനാട് ദുരന്തത്തെ കുറിച്ച് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുമല്ലോ. ഒരു നിമിഷം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടത്, ആ നാട് തന്നെ ഒന്നുമില്ലാത്തതുപോലെ ആയി തീർന്നത്. അതുപോലെ ഒരു നിമിഷം മതി സകലതും നാം ആശ്രയിച്ച് പിടിച്ചു നിൽക്കുന്ന ഈ ഭൗതികമായ ഈ ലോകത്തിലുള്ള ഏതു കാര്യമാകട്ടെ, നാം ആ ലോകപരമായ കാര്യങ്ങളിൽ നാം പിടിച്ചു നിൽക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ട്, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. മറിച്ച് നാം ദൈവത്തിലാണ് ആശ്രയം വെക്കുക, ദൈവത്തെയാണ് നാം മുറുകെ പിടിക്കുന്നത് എങ്കിൽ, നാം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം ദൈവസന്നിധിയിൽ ഏറ്റെടുത്തിട്ട് നാം ആ ദൈവവചനത്തെ നാം അനുസരിക്കുകയാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്ന വ്യക്തികളായിരിക്കും. നാം എപ്പോഴും വചനം വായിക്കുന്നവരായിരിക്കണം, വചനത്തെ ധ്യാനിക്കുന്നവരായിരിക്കണം. വചനത്തിലൂടെ ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്ന്
ഇടപെടുന്നു എന്ന് ഒക്കെ മനസ്സിലാക്കുന്നവരായിരിക്കണം. അതിനായി നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാനിടയാകും. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും ദൈവം ആ പ്രശ്നത്തിന് പരിഹാരം നമുക്ക് നൽകി തരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ദാവീദിന്റെ ചരിത്രത്തെ നോക്കുമ്പോൾ ദാവീദിന് ദൈവത്തോട് മുട്ടിപ്പായി ദൈവം വിടാതെ ദൈവത്തോട് എന്നിൽ നിന്ന് നിന്റെ ആത്മാവിനെ എടുക്കരുതേ എന്ന് ദൈവത്തോട് അവൻ നിലവിളിച്ചതുകൊണ്ട് അവന്റെ മകനായ ശലോമോൻ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ ഒത്തിരിയും തെറ്റുകുറ്റങ്ങളും മ്ലേച്ഛതകളും ഒക്കെ ചെയ്തിട്ടും അവൻ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ അവന്റെ മ്ലേച്ഛ പ്രവൃത്തി കാരണം അവന്റെ മകൻ നശിക്കുവാനിടയായി തീർന്നു. നാം ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ, നാം ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികൾ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുറകളുടെ മേലാണ് ആ ശാപം കടന്നു വരുവാൻ ഇടയാകുന്നത്, ദൈവത്തിന്റെ കോപം കടന്നു വരുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ സന്നിധിയിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപോകാതിരിക്കുവാൻ നാം സൂക്ഷിക്കണം. നാം പാപം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീരും. ദൈവ കൽപ്പനകൾ നാം ലംഘിക്കുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ആ ആത്മാവ്, ദൈവത്തിന്റെ ആ സ്നേഹം, ആദ്യ സ്നേഹം നഷ്ടപ്പെടുവാൻ ഇടയായി തീരും. ആ ദൈവ സ്നേഹം നഷ്ടപ്പെടാതെ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ദൈവത്തെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ ആത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് ആ ദൈവസ്നേഹം. ആ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നാം സൂക്ഷിക്കണം. നമുക്ക് ലഭിച്ചതായ ആ ദൈവസ്നേഹം, ആ അഭിഷേകത്തിന്റെ ശക്തി നാം നമ്മുടെ തലമുറകൾക്കും പകർന്നു കൊടുക്കുവാൻ, അവർക്കും ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ നാം ഇടയായി തീരണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ വ്യക്തിപരമായുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ അത് നമ്മുടെ തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരെയും ആ ദൈവത്തെ മുറുകെ പിടിച്ചു തന്നെ മുന്നോട്ട് പോകുന്നവരായി, ദൈവവചനം അനുസരിച്ച് നടക്കുന്ന പൈതങ്ങളായി, ദൈവത്തിന്റെ സ്നേഹത്തെ വിട്ടൊഴിയാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി നാം വളരുവാൻ തക്കവണ്ണം അവരെ വഴി നടത്തണം. അതാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും കർത്തവ്യം. ആ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, ദൈവവുമായി കൂടുതലായി തന്റെ സമയം മാറ്റി വെക്കുന്നവരാണെങ്കിൽ, തന്റെ മക്കളെയും ആ ദൈവ സ്നേഹത്തിൽ കൊണ്ടുവരുവാൻ, ആ ദൈവ സ്നേഹത്തിൽ വഴി നടത്തുവാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ പിശാച് പല ദാരിദ്ര്യങ്ങളും കൊണ്ടിടും, പിശാച് പല പ്രശ്നങ്ങളും കൊണ്ടിടും, കുടുംബ ജീവിതത്തിൽ അസമാധാനങ്ങൾ കൊണ്ടിടും, കുടുംബ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടിടും. അതുപോലെ തന്നെ സാമ്പത്തികമായി തകർച്ചകൾ കൊണ്ടിടും, വിദ്യാഭ്യാസത്തിൽ തകർച്ച കൊണ്ടിടും. വളരെ ബുദ്ധിയുള്ളതായിരിക്കാം ഒരു വ്യക്തി, പെട്ടെന്ന് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിൽ ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയും അവൻ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത് തന്നെ അവന് പോലും നിശ്ചയമില്ലാത്ത രീതിയിൽ അവന്റെ സകല നന്മകളെയും പിശാച് തകർക്കുവാനിടയായിത്തീരും. പക്ഷേ ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം ഏത് പ്രശ്നം പിശാച് കൊണ്ടിട്ടാലും, എങ്ങനെയൊക്കെ തകർക്കുവാൻ നോക്കിയാലും, ആ തകർക്കുവാൻ നോക്കുന്ന മേഖലയിൽ നിന്ന് അതിജീവിച്ച് വരുവാൻ തക്കവണ്ണം ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവം തന്റെ കരം പിടിച്ച് വലം കൈകൊണ്ട് നമ്മെ താങ്ങുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ വലം കൈകൊണ്ട് നമ്മെ താങ്ങുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തിന്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ സൗമ്യത വെളിപ്പെടുവാൻ ഇടയായിത്തീരും.
സൗമ്യത വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം, സൗമ്യതയുള്ള വ്യക്തികളെ ദൈവം കൂടുതലായി സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. ശത്രുവിനോട് പോലും സൗമ്യമായി ഇടപെടുവാനും ശത്രുവിനെ പോലും സ്നേഹിക്കുവാനും നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കും. നമ്മളിലൂടെ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കും. അങ്ങനെ ശത്രുവിനെ പോലും മിത്രമാക്കുവാൻ ദൈവം ഇടയാക്കിത്തീരും. ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവ കൽപ്പനകളെ അനുസരിക്കുന്ന, ദൈവം നമ്മോട് പറയുന്ന വചനങ്ങളെ ഏറ്റെടുക്കുന്ന, ദൈവം നമ്മോട് പറയുന്ന വചനങ്ങളെ വിശ്വസിക്കുന്ന, ദൈവം അത് ചെയ്തു തരുന്നവനാണ്. എന്റെ ദൈവം നടത്തി തരുന്നവനാണ്. എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്നതാണ്. നാം ചില മേഖലകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. ആ ദാരിദ്ര്യത്തെ ദരിദ്രൻ എവിടെയാണ് കിടക്കുന്നത്? കുപ്പയിൽ. അതായത് ഒരു നന്മയും ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ദരിദ്രൻ കിടക്കുന്നത്. ദരിദ്രനെ ആരും അംഗീകരിക്കാറില്ല. ദരിദ്രനെ വേസ്റ്റ് ആയിട്ടാ കാണുന്നത്. നിങ്ങളെ നോക്കി ആരെങ്കിലും നീ ഒരു വേസ്റ്റ് ആണ്, നിന്നെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല, നിന്നെ ഞങ്ങൾക്ക് കൊണ്ട് നടക്കാൻ കഴിയത്തില്ല, നിനക്കൊന്നും തരാൻ സാധിക്കത്തില്ല, നിനക്ക് എന്തു തന്നാലും ഞങ്ങൾക്ക് ദോഷത്തിനെ അതിടയാകുള്ളൂ എന്ന് നിന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വചനത്തെ ഏറ്റെടുക്കുക. ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള ആ വചനത്തെ നീ ഏറ്റെടുക്കുക. നീ ഈ വചനത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ നീ ഏത് വിഷയത്തിനാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ആ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി നടക്കുന്നതായി നിനക്ക് കാണുവാൻ സാധിക്കും. നിന്റെ ദാരിദ്ര്യത്തെ മാറ്റുവാനായിട്ട് ദൈവം ചില വ്യക്തികളുടെ ഉറക്കത്തെ തന്നെ നഷ്ടമാക്കുവാൻ ഇടയായിത്തീരും. ചില വ്യക്തികളുടെ നിന്റെ ആ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റുവാൻ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് ദൈവം തന്നെ പല വ്യക്തികളുടെയും ഉറക്കത്തെ തന്നെ ഇന്നു തൊട്ട് കെടുത്തുവാൻ ഇടയായിത്തീരും. ആ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുവാൻ തുടങ്ങും, എന്തു ദൈവമേ എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു? അപ്പോൾ ദൈവം സംസാരിക്കും. നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കുവാൻ ഇടയായിത്തീരും. ആ വ്യക്തി ജീവിതങ്ങളോട് നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ഏത് വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു ആ വിഷയത്തിന്മേൽ നീ നന്മ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നീതിയോടെ, വിശ്വാസത്തോടുകൂടി, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വാസത്തോടുകൂടി ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമല്ല, എഴുന്നേറ്റിരിക്കുന്നു. എന്റെ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം എഴുന്നേറ്റിരിക്കുന്നു. ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഉറച്ച് നാം വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ ജീവിതത്തിൽ കടന്നു വരുന്ന ചേഞ്ച് നമുക്ക് തന്നെ, നമ്മുടെ ചേഞ്ച് എങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഒരു ചാൻസ് പോലും ഇല്ലല്ലോ എന്ന്, ഒരു ചാൻസ് പോലും, ഈ പ്രശ്നത്തിന് പരിഹാരത്തിനായിട്ട് യാതൊരു ചാൻസും ഇല്ല എന്ന് ചിന്തിക്കുവാൻ സാധ്യതയുള്ള, ഇത് എങ്ങനെ സംഭവിച്ചു, അതാണ് മിറക്കിൾ. ആ ദൈവത്തെ കൊണ്ട് മാത്രമേ ആ അത്ഭുതം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല അത്ഭുതം ചെയ്യുവാൻ. മനുഷ്യന് എല്ലാത്തിനും പരിധിയുണ്ട്. പക്ഷെ പരിധിയില്ലാത്തവനാണ് നമ്മുടെ കർത്താവ്. പരിധിയില്ലാത്ത നമ്മുടെ കർത്താവിന് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തെ നൽകി, ഉത്തരത്തെ നൽകി
ഇയ്യോബിനെ ഇരട്ടിയായി അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ വിഷയങ്ങൾക്കും ഇരട്ടിയായി നമ്മളെ അനുഗ്രഹിക്കുവാൻ, മറ്റുള്ളവർ പരിഹസിച്ച സ്ഥാനത്ത്, മറ്റുള്ളവർ നിന്ദിച്ച സ്ഥാനത്ത്, മറ്റുള്ളവർ വേസ്റ്റ് എന്ന് നിന്നെ നോക്കി പറഞ്ഞ സ്ഥാനത്ത് നീ അനേകം പേർക്ക് ഒരു അനുഗ്രഹമായി, അനേകം പേർക്ക് നന്മയായി മാറുവാൻ ദൈവം നിന്നെ ഇടയാക്കും. അതിനായി നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. വിശ്വാസത്തോടു കൂടിയാണ് അബ്രഹാം നന്മകൾ നേടിയത്. വിശ്വാസത്തോടു കൂടിയാണ് ഇസഹാക്ക് നന്മകൾ പ്രാപിച്ചത്. വിശ്വാസത്തോടു കൂടിയാണ് സാറ ഇസഹാക്കിനെ പ്രാപിച്ചത്. വിശ്വാസത്തോടു കൂടിയാണ് യാക്കോബ് അനേകം നന്മകൾ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. വിശ്വാസത്തോടു കൂടി മാത്രമേ നമുക്ക് ഏതു കാര്യവും പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശു കർത്താവ്, നമ്മുടെ അപ്പച്ചൻ, യേശു അപ്പച്ചൻ നമുക്ക് സകലതും ചെയ്തു തരും. നമ്മുടെ അപ്പൻ, സ്വർഗത്തിലെ പിതാവ്, നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസം, നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ തട്ടിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ ദാരിദ്ര്യത്തെ ദൈവം എടുത്തു മാറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദാരിദ്ര്യത്തെ എടുത്തു മാറ്റി, നിങ്ങളെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ആൾക്കാരുടെ മുമ്പേ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ജീവിതങ്ങളുടെ മുമ്പേ ആശ്ചര്യമാക്കി, അത്ഭുതമാക്കി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളെ മാറ്റുവാൻ ഇടയായി തീരും. നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, അത് പ്രാപിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, തീർച്ചയായും സാധിക്കും. നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീരും, നന്മ പ്രാപിക്കുവാൻ ഇടയായി തീരും. നഷ്ടപ്പെട്ട സകലതും നിങ്ങൾക്ക് മടക്കി ലഭിക്കുവാൻ ഇടയായി തീരും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരുമെന്ന്, നഷ്ടപ്പെട്ടത് ദൈവം ഈ വർഷം തന്നെ, ഈ മാസം ഇന്നേ മുതൽ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കടന്നു വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കടന്നു വരുവാൻ ഇടയായി തീരും. നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരത്തിനായി ആരുമായി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് സൗമ്യമായി ഇടപെടുക. അവരോട് വഴക്കിടാൻ പോണ്ട. നിങ്ങൾ അവരോട് സൗമ്യമായി മാത്രം ഇടപെടുക. ദൈവത്തെ മാത്രം നിലനിർത്തുക. വചനത്തെ അനുസരിക്കുക. വചനം പറയുന്നത് എന്താണ്? ശത്രുവിനെ സ്നേഹിക്കുക എന്ന്, നമ്മെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുക എന്ന്. ക്രിസ്തുവിൽ നാം അവരെ എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. അവർക്കെതിരായി നാം പ്രാർത്ഥിക്കരുത്. അവർക്കെതിരായി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കേ ദോഷമുണ്ടാക്കുകയുള്ളൂ. അതിന് പകരം അവരുടെ അനുഗ്രഹത്തിനായി, അവരുടെ മാനസാന്തരത്തിനായി, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മാനസാന്തരത്തിനായി, ദൈവമേ അവർ ചെയ്യുന്നതിന് ദൈവം അവരോട് ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട്, അവരോട് സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട്, നാം അതിന് കയർക്കുവാനോ ദേഷ്യപ്പെടാനോ അവരുടെ അടുത്ത് യുദ്ധത്തിന് പോകാനോ മത്സരിക്കുവാനോ ഒന്നും നാം പോകേണ്ട ആവശ്യമില്ല. ദൈവം യുദ്ധം ചെയ്യും, യഹോവ യുദ്ധം ചെയ്യും. യേശു കർത്താവ്, യേശു അപ്പച്ചൻ നമുക്കായിട്ട് യുദ്ധം ചെയ്യുവാനിടയാവും. നാം താഴ്ന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യണം. ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ ഇടയാകണം. ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട്, ദൈവത്തിന്റെ വചനങ്ങളെ നാം പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നാം പ്രാപിച്ചെടുക്കുവാനായിട്ട് നാം ഇടയാകണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ദാരിദ്ര്യത്തെ ദൈവം മാറ്റി, നാം അനുഭവിക്കുന്ന വിഷയത്തിലുള്ള ആ ദാരിദ്ര്യത്തെ ദൈവം എടുത്തു മാറ്റി നമ്മെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും എന്ന് നമ്മൾ വായിക്കുവാനിടയായി. പൊടി ആരുടെ ആഹാരമാണ്? പൊടി പാമ്പിന്റെ ആഹാരമാണ്. പാമ്പ് എന്തിന്റെ സിമ്പലാണ്? പിശാചിന്റെ സിമ്പലാണ്. അപ്പോൾ
ആ പൊടിയിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ പിശാചിന്റെ കെട്ടിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ പൊടിയിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ പിശാചിന്റെ കെട്ടിൽ നിന്ന്, പിശാച് നമ്മളെ കെട്ടി ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതായ ആ കെട്ടിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമെന്നാണ്, എഴുന്നേൽപ്പിക്കുമെന്നാണ്. ദൈവം നമ്മെ കരം പിടിച്ച് അവിടെ നിന്ന് മാറ്റും. പിശാചിന്റെ കെട്ടിൽ നിന്ന് പിശാച് നമ്മെ തകർക്കുവാനായി, നമ്മെ നശിപ്പിക്കുവാനായി, നമ്മെ ഒതുക്കി കെട്ടുവാനായിട്ട് പിശാച് പല തന്ത്രങ്ങളും പലരിലൂടെയും പ്രവർത്തിച്ചുകൊണ്ട്, ഭവനത്തിലുള്ള വ്യക്തികളെ ആയിരിക്കും ഏറ്റവും കൂടുതലും പിശാച് കയ്യിലെടുക്കുന്നത്, നമ്മെ ഒതുക്കുവാനായിട്ട്, നമ്മെ തകർക്കുവാനായിട്ട്, നമ്മെ നശിപ്പിക്കുവാനായിട്ട്. എന്നാൽ അവരോടൊന്നും നമ്മുടെ ഭവനത്തിലുള്ളവർ നമ്മുടെ ആൾക്കാരാണ്, നമുക്കുള്ളവരാണ്, ദൈവം നമുക്ക് തന്നവരാണ്. ഹസ്ബൻഡിനെ ദൈവം നമുക്ക് തന്നതാണ്, വൈഫിനെ ദൈവം നമുക്ക് തന്നതാണ്, മക്കളാകട്ടെ അത് ദൈവം തന്നതാണ്. പക്ഷേ പിശാചിന് എളുപ്പം എന്താണ്? വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, ഭാര്യ ഭർത്താവ് തമ്മിൽ, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ആ കുടുംബത്തിൽ തന്നെ അസമാധാനം കൊണ്ടിടുമ്പോൾ, ആ കുടുംബത്തിന്റെ ഐക്യത നഷ്ടപ്പെടുമ്പോൾ പിശാചിന് വലിയ വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യുവാൻ സാധിക്കും. ആ പിശാചിനെ നാം മനസ്സിലാക്കി ജയിക്കണം. ഭവനത്തിലെ അസമാധാനങ്ങളെ നാം എടുത്തു മാറ്റണം. നമുക്ക് മാത്രമേ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. പിശാച് കൊണ്ടുവരുന്ന അസമാധാനങ്ങളെ നമുക്ക് മാത്രമേ എടുത്തു മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം ഐക്യതയോടെ, സ്നേഹത്തോടെ, എന്തൊക്കെ പ്രശ്നം കടന്നു വന്നാലും നമ്മൾ ഒറ്റക്കെട്ടാണെന്നുള്ള ആ ചിന്തയോടെ, ആ ഉറപ്പോടെ ഈ വചനം കേൾക്കുന്നത് ചിലപ്പോ വൈഫായിരിക്കാം, ഭർത്താവ് യുദ്ധത്തിനായി കടന്നു വരും. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്. നമുക്ക് ചിരിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയം വേണം. ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ്, ദൈവസ്നേഹത്തിലാണ് നമുക്ക് യുദ്ധം ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുവാനും ഒക്കെ സാധിക്കുന്നത്. മക്കൾ ചിലപ്പോൾ യുദ്ധത്തിന് വരും. അപ്പോൾ അവിടെ ജയിക്കുവാൻ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജയിക്കുവാൻ ഇടയാണ്. ചിലപ്പോൾ എന്നെ കേൾക്കുന്നത് ഹസ്ബൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ വൈഫ് ചെയ്യുമ്പോൾ അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ ചെയ്തതല്ലേ, പോട്ടെ എന്ന് ചിന്തിക്കണം. അല്ലാതെ മറിച്ച് പിശാച് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൾക്ക് അടിയും കൊടുത്ത്, അവളെ രണ്ട് തെറിയും പറഞ്ഞ്, ഉണ്ടാടി എന്നും ചോദിച്ച് അവളോട് നിൽക്കുകയാണെങ്കിൽ അവിടെ ആര് ജയിക്കും? പിശാച് ജയിക്കും. പിശാച് ജയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവിടെ ഇറങ്ങി വരത്തില്ല. അതിനു പകരം യുദ്ധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പ്രശ്നങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പരസ്പരം മനസ്സിലാക്കി, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം പിശാച് അനൈക്യത കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവമേ എന്നെ തന്നെ, എൻ്റെ നാവിനെ അങ്ങ് നിയന്ത്രിക്കണമേ, എൻ്റെ കരങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ, എൻ്റെ ഹൃദയത്തെ അങ്ങ് നിയന്ത്രിക്കണമേ, എൻ്റെ മനസ്സിനെ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് നാം ഐക്യതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ നമ്മെ തകർക്കുവാൻ നോക്കുന്ന, നമ്മെ നശിപ്പിക്കുവാൻ നോക്കുന്നതായ ആ പിശാചിനെ നമുക്ക് ജയിച്ചിട്ട് ദൈവം നമുക്കായി വച്ചിരിക്കുന്ന ആ ഉയർച്ചയും അനുഗ്രഹവും നന്മയും പ്രാപിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും. നാം ഐക്യതയോടെ ആയിരിക്കുകയാണെങ്കിൽ ഒരു പൈശാചിക ശക്തികൾക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിക്കുകയില്ല. ഒരു പൈശാചിക ശക്തികൾക്കും ജയിക്കുവാൻ സാധിക്കുകയില്ല. പല വ്യക്തികളും ദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ കടന്നു വരും. അതൊന്നും മൈൻഡ് ചെയ്യാതെ, ദൈവമേ അങ്ങനെ ഉണ്ടെങ്കിൽ നീ പരിഹാരത്തെ ചെയ്യുമാറാകണം, ഞാനല്ലപ്പ, നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണം, നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണം, അപ്പച്ചാ, എൻ്റെ അപ്പ, എനിക്ക് വേണ്ടി അങ്ങ് എഴുന്നേറ്റേ മതിയാവൂ അപ്പച്ചാ എന്ന് നാം ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക.
ദൈവമായിട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു കാര്യമാണ്. നാം ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. നാം നമ്മുടെ അപ്പനോട് പറയുന്നത് പോലെ നാം ദൈവത്തോട് പറഞ്ഞാൽ മതി. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നടത്തി തരും. നമുക്ക് ആര് യുദ്ധം ചെയ്യും? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയാവും. ഏത് വ്യക്തിയെ കയ്യിലെടുത്താണോ പിശാച് നമ്മെ തകർക്കുവാൻ നോക്കിയത്, ആ വ്യക്തിയെ നമ്മളിൽ നിന്ന് മാറ്റുവാൻ ദൈവം ഇടയാക്കും. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരാണോ കൊണ്ടുവരുന്നത്, ആ വ്യക്തി ജീവിതങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് മാറ്റുവാൻ തീരും. അവരെ ദൈവം നിയന്ത്രിക്കുവാൻ തുടങ്ങും. നമ്മെ ദ്രോഹിക്കുവാൻ അവർക്ക് സാധിക്കാതെ വണ്ണം ദൈവം യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് അനുഭവിക്കുന്നതായ ദാരിദ്ര്യത്തെ ദൈവം എടുത്തു മാറ്റുവാനും പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിക്കുവാനും ഇടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളേവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.